നമ്മുടെ സബ്ജക്ട് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള വേറൊരു റിവിഷനാണ്, ഗ്രാമറിൻ്റെ റിവിഷനാണ്. ദ പാസീവ് വോയിസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാത്തരം എക്സാമിനേഷൻസും അതായത് പാസീവ് വോയിസ് ഒരു ഐറ്റമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇതിപ്പോൾ റിവിഷൻസ് ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. കൂടുതലായിട്ട് വേണമെങ്കിൽ എൻ്റെ ഗ്രാമർ ചാനൽസ് കാണുക, ഗ്രാമർ സ്കൂൾ ആൻഡ് ഗ്രാമർ ട്യൂട്ടോറിയൽസ്. ഇതാണ് ടോം പെയിന്റഡ് ദ വോൾ, ആക്റ്റീവ് വോയിസ്. എന്താ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്? നമുക്ക് വേണ്ട അങ്ങനെ. ടോം ഭിത്തി പെയിന്റ് അടിച്ചു, അതാണ് ആക്റ്റീവ്. കാരണം സബ്ജക്റ്റ് ഈസ് വെരി ആക്റ്റീവ്. സബ്ജക്റ്റ് ഈസ് ടോം, വോൾ എന്നുള്ള ഓബ്ജക്ട്സ്, ക്രിയ പെയിന്റഡ്. ഈ ക്രിയ നടത്തുന്ന ആള് ടോം, അങ്ങനെ വളരെ ആക്റ്റീവാണ്. നമ്മൾ ടോം സ്റ്റേറിനകത്ത് വായിച്ചിട്ടില്ലേ, ടോം പെയിന്റിങ് ദ വോൾ അല്ലേ? അപ്പോൾ അതാണ് ടോം പെയിന്റഡ് ദ വോൾ, ആക്റ്റീവ് വോയിസ്. നമ്മളതിനെ ആക്റ്റീവ് വോയിസ്, കാരണം അതിന് വിളിക്കാൻ കാരണം സബ്ജക്റ്റ് വളരെ ആക്റ്റീവാണ്. ഇതാണ് സബ്ജക്റ്റാണ് ആക്റ്റീവ്. സോ ഇറ്റ് ഈസ് ആക്റ്റീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്. ഇവിടെ വരുമ്പോൾ ദ വോൾ വാസ് പെയിന്റഡ് ബൈ ടോം. ബൈ പ്ലസ് ഏജൻസി, ടോം ഒരു ഏജൻ്റായിട്ട് മാറുക. ടോമിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു, വോളിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്കിപ്പം ഒരു പാസീവ് വോയിസ് ആക്കി കഴിയുമ്പോൾ, ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പറയല്ലേ, അവൻ നമ്മളെ പഠിപ്പിച്ചു. അതാണ് അവൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പം അതിനകത്ത് അവനാണ് ഇമ്പോർട്ടൻസ്. അതേസമയം നമ്മളിങ്ങനെ പറയണേ, നമ്മൾ അവനാൽ പഠിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഓബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പാസീവ് വോയിസിൻ്റെ ഉപയോഗം തന്നെ. ചില സമയത്ത് പാസീവ് വോയിസ് ഉപയോഗിക്കാതെ പറ്റത്തുമില്ല. ഇപ്പം ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ഭിത്തിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാസീവ് വോയിസ് അല്ലേ? ഭിത്തി പെയിന്റ് അടിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. മറ്റേതാണെന്നല്ല, ടോം പെയിന്റ് അടിച്ചു. മനസ്സിലായി? ഇപ്പൊ പാസീവ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഒക്കെ പാസീവായിട്ട് പോവുക, ഓബ്ജക്റ്റ് ആക്റ്റീവ് ആകുന്നു. പക്ഷേ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്റ്റീവ് ആവും, ഓബ്ജക്റ്റ് പാസീവ് ആവും. ഇതാണ് സംഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സിമ്പിൾ കാര്യം. നമ്മൾ പറയല്ലേ, ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ വേറെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ബോൾ അവന് കൊടുത്തു. ഞാൻ ഒരു ബോൾ കൊടുത്തു, ഞാൻ ഒരു ബോൾ കൊടുത്തു. പിന്നെ എനിക്കാണ് അതിന് ഇമ്പോർട്ടൻസ്. അതേസമയം ആ ബോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ ബോൾ എന്നാൽ കൊടുക്കപ്പെട്ടു നമ്മളങ്ങനെ പറയാറില്ല. പക്ഷെ അന്ന് ബോളിന് ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ അങ്ങനെ പറയണം. അതാണ് പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് വീക്കാവും, അതേസമയം ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് വളരെ സ്ട്രോങ് ആവും. ഇനി ഇംഗ്ലീഷിലെ ക്രിയകളെ പറ്റി നമ്മൾ പഠിച്ച് ടെൻസൊക്കെ നല്ല ഓർമ്മ വേണം കേട്ടോ, എന്നാലേ ഇതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആദ്യം ഞാൻ ടെൻസ് എടുത്തപ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നത് നല്ലപോലെ പഠിക്കണം. ഓക്കെ, ഒരിക്കലും ടെൻസ് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഭാഷകളിലുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ പല പ്രശ്നങ്ങളും നമുക്ക് സിംപ്ലി അങ്ങനെ ഇല്ലാതായിപ്പോകും. മഞ്ഞുരുകുന്ന പോലെ, ഇപ്പം സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുരുകുന്ന പോലെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തീരുകയാണ്. ടെൻസ് പക്ഷെ നല്ലപോലെ പഠിക്കും. ഇനി ഓരോ ടെൻസിൻ്റെ ഫോം എങ്കിലും ബേസിക് ഫോം ഓഫ് ദ പാസീവ് ഈസ് ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടു ബിയുടെ ഏതെങ്കിലും ഒരു ഫോം അതിനകത്ത് കാണും. പാസീവ് വെർബിനകത്ത് ടു ബിയുടെ ഒരു ഫോം കാണും, മസ്റ്റാണ്. പ്ലസ് മെയിൻ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കാണും. നോക്കിയാൽ അല്ലെങ്കിൽ പെയിന്റഡ് 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 ഇത്രയും മതി എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതാണ് മെയിൻ വെർബ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, അല്ലാതെ പറ്റത്തില്ല. ഇതാണ്. പിന്നെ ടു ബിയുടെ ഏതെങ്കിലും ഒരു ഫോം കാണും. ഇതുണ്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സാമാർ, ഇവിടെ വരുമ്പോൾ ഈ സാമാർ ബീങ് ഉണ്ട്, പിന്നെ ബീൻ ഉണ്ട്. ഇവിടെ പാസ്റ്റ് ടെൻസ് ഉണ്ടോ? ഇവിടെ വരുമ്പം വാസ് വേർ ഉണ്ട്, ഇവിടെ വരുമ്പം വാസ് ബീങ് അല്ല വേർ ബീങ് ഉണ്ട്, കണ്ടിന്യൂസ് വരുമ്പം. ഇവിടെ എല്ലാം ബി ഉണ്ട്, ബി 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 ഇവിടെ ഉണ്ട്, ബീൻ ഇവിടെ ഉണ്ട്. അപ്പം ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പാസീവ് വോയിസ് എന്ന് പറയാം.
ടു ബിയുടെ ഒരു ഫോം അതിനകത്ത് കണ്ടിരിക്കും. പിന്നെ അത് അവസാനിക്കുന്നത് എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളിലായിരിക്കും. ഒരു പാസീവ് വെർബ് അവസാനിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ മെയിൻ വെർബിലായിരിക്കും. അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ട്രാൻസ്പോസിഷൻ ഓഫ് ദ സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് ഓബ്ജക്റ്റ് വരും, ഓബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് സബ്ജക്റ്റ് വരും. എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റ് ഏജന്റ് ആവും, ഏജന്റിൻ്റെ കൂടെ ബൈ ചേർക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു കാര്യം, എത്രയൊക്കെ ഓർത്തിരിക്കണമെന്ന് മാത്രം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ കണ്ടു, ടോം പെയിന്റഡ് ദ വോൾ. ദ വോൾ വാസ് പെയിന്റഡ് ബൈ. എന്തുകൊണ്ടാണ് വാസ് വന്നത്? കാരണം തന്നിരിക്കുന്ന ടെൻസ് പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണം. ഇനി ഈ ടെൻസിൽ കൂടെ എല്ലാം ഇത് കടത്തി വിടാം നമുക്ക്. ഓൾറൈറ്റ്, ഇപ്പോൾ കണ്ടു, ടോം പെയിന്റ്സ് ദ വോൾ. The wall is painted by Tom. Tom and Jerry paint the wall. The wall was painted. Tom and Jerry paint the walls. The walls are painted by Tom and Jerry. കാരണം third person plural. ഇനി അടുത്തത്, Tom is painting the wall. The wall is being painted. Continuous present tense. The wall is being painted. The walls are being painted. മനസ്സിലായോ? അതെ. അടുത്തത് present perfect ആയിരുന്നു. Tom has painted the wall. The wall has been painted by Tom. Walls have been painted by Tom. ഓർമ്മയുണ്ടല്ലോ? പാസ്റ്റ് ടെൻസ് വരുന്നു. Tom painted the wall. The wall was painted by Tom. Walls were painted by Tom. Plural. Tom was painting the wall. The wall was being, continuousness being painted. The walls were being painted by Tom. Okay. Then was continuous, past continuous. The Tom was painting the wall. The wall was being painted by. The wall, Tom will paint the wall. The wall will be painted by Tom. Tom can paint the wall. The wall can be painted by Tom. Tom may paint the wall. The wall may be painted by Tom. Tom would paint the wall. The wall would be painted by Tom. Tom could paint the wall. The wall could be painted by Tom. Tom might paint the wall. The wall might be painted by Tom. Tom must paint the wall. The wall must be painted by Tom. സംഗതി സിമ്പിളാണ്. പക്ഷേ എപ്പോഴാണ് വാസ് വേർ ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ബീയിങ് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂസ് ടെൻസ് ആണ് ബീയിങ് വേണം. പ്രസന്റും പാസ്റ്റും കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും വേണമെങ്കിൽ ഒരു പാസീവ് ഒക്കെ എഴുതാം, പക്ഷേ ആരും എഴുതാറില്ല. പിന്നെ വിൽ ബി പെയിന്റിങ്, വിൽ ബി ബീയിങ് പെയിന്റഡ്. സാധാരണ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്കൊരു വിഷമം പെടുന്നില്ല, അത്രയൊക്കെ പറയാം. അതൊക്കെ ഒരു പോസിബിലിറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മെയിനായിട്ട് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്, സബ്ജക്റ്റും ഓബ്ജക്റ്റും സ്ഥലം മാറ്റി എഴുതണം. രണ്ട് ടെൻസ് നോക്കണം. സബ്ജക്റ്റ് ഓബ്ജക്റ്റ് സ്ഥലം മാറ്റി എഴുതുമ്പം നമ്പറും ജെൻഡറും നോക്കണം. സബ്ജക്റ്റിൻ്റെ പുതിയ സബ്ജക്റ്റിൻ്റെ നമ്പറും ജെൻഡറും നോക്കണം. കാരണം അതേലാണല്ലോ അത് മൊത്തം നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ടെൻസ് നോക്കണം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ടു ബിയുടെ പ്രസന്റ് ഫോംസ് ഉപയോഗിക്കും. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ടു ബിയുടെ പാസ്റ്റ് ഫോംസ് ഉപയോഗിക്കും. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ
ബീയിങ്ങും കൂടി ചേർക്കണം. ബീയിങ് കൂടി ചേർക്കണം. പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ബീയിങ് ചേർക്കണം. ഇത്രേ ഉള്ളൂ. ഇത്ര ഓർത്തിരിക്കണം. ഞാനിപ്പോൾ എല്ലാത്തിനും എക്സാമ്പിൾ പറയും. ഇനി പെട്ടെന്ന് വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാം. അതോടുകൂടി നമ്മുടെ റിവിഷൻ കഴിയും. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ I cordially invite you to my classes in YouTube. On YouTube, you can do it, access it free of cost. Bye.